ഹലോ ഗൈസ്, നന്ദോണ്. അപ്പോൾ നാളെ നമ്മൾ അനുവിൻ്റെ കല്യാണമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചക്കത്തെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞാണ്ട് നമ്മൾ എല്ലാവരും കൂടെ ഉള്ള വീട്ടിൽ പോകാന്നുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ എല്ലാവരും ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് 7 മണി 7:30 ഒക്കെ ആകുമ്പോഴത്തേനും എല്ലാവരും ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു മലപ്പുറത്തിന് മുന്നേ തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തി, നറുനീണ്ടി കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയിട്ടാണ്. അപ്പോൾ വണ്ടി എടുത്ത് നേരെ ഓപ്പോസിറ്റ് തന്നെ നമ്മൾ ചന്ദ്രൻ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നല്ല തെളിഞ്ഞ ആകാശമായിരുന്നു, മഴ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു കൂൾ ആൻഡ് കാം ആൻഡ് വൈബായിരുന്നു. അപ്പോൾ ഒരു നറുനീണ്ടിയൊക്കെ കുടിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ മലപ്പുറത്ത് നമ്മൾ പ്രീതിൻ്റെ നേരെ ഓപ്പോസിറ്റ് SBIൻ്റെ മുന്നിലാണ് നമ്മൾ കൂടൽ. രാത്രിത്തെ പ്രീതി കാണാൻ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അജു ഉണ്ടായിരുന്നു, പ്രവീൺ ഉണ്ടായിരുന്നു, പ്രവീണിൻ്റെ അനിയത്തി ചക്കര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓരോക്കെ സെറ്റ് ചെയ്തപ്പോൾ വാസ്കി വന്ന് അങ്ങനെ ഓരോരുത്തർ പിന്നെ കപ്പൂനെ കണ്ടപ്പോൾ ആ കിളി പോയി. ഒരു വൈക്കിന്നെ വിടരുത് കേട്ടോ. ഇപ്പൊ എന്തായി ഉച്ചക്ക് വന്നപ്പോൾ മനസ്സിലാക്ക ഒരു അവസ്ഥ ആലോചിച്ചോക്കണേ. ഉച്ചക്ക് ഞങ്ങൾ പർച്ചേസിന് പോയപ്പോൾ ഞാൻ നീല പോകുന്നില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഒരു വൈക്ക് പോകുമ്പോൾ എന്തായാലും ഒരാളെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടാൾ ഒരേപോലെ ആവണം. അങ്ങനെ താടീനെ കൊണ്ടുപോകാൻ വേണ്ടി താടീൻ്റെ അടുത്ത് വണ്ടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വണ്ടി ഇട്ട് കൊടുത്തു. ഓനാണെങ്കിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇറങ്ങണമെങ്കിൽ 9 മണി 9:15 ആവും. അപ്പോൾ അങ്ങനെ വണ്ടി ഇട്ട് കൊടുത്ത് ഞങ്ങൾ നേരെ കല്യാണം വരെ പോയി. ഈ എപ്പോഴത്തെ വന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി ഒന്ന് എല്ലാവരും കൂടെ സെറ്റ് ചെയ്ത് അവിടെ ഓളാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള തിരക്കിലായിരുന്നു. ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അതിനകത്ത് തിരക്കിലായിരുന്നു. അപ്പോൾ ഇത് നമ്മളെ കൊല്ലത്തുള്ള അമ്മ കേട്ടോ. കൊല്ലത്തേക്കാണ് കെട്ടിച്ചാണ്. അപ്പോൾ കൊല്ലമ്മായി ഇതാണ് നമ്മൾ അനു. നാളെ ഇവളതാണ് കല്യാണം. അങ്ങനെ ഓള് ഭയങ്കര ഹാപ്പിയാണ്, നമ്മളും ഭയങ്കര ഹാപ്പിയാണ്. ഇക്കാൻ്റെ പിന്നെ നിക്കാഹ് ഉറപ്പിച്ചിക്കണേ, അതുകൊണ്ട് പിന്നെ ഇക്കയും ബിസിയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും ലോക്കായി തുടങ്ങി. പിന്നെ ഞങ്ങൾ കുറച്ച് പേരുണ്ട് അവിടെയും വേണ്ടി തൊടാതെ പെണ്ണും കിട്ടാതെ നടക്കുന്നു. എന്തിനു വേണ്ടി നടക്കുന്നതാ. അപ്പം അങ്ങനെ പെൺകുട്ടികൾക്ക് വിശന്നപ്പോൾ അവർ പോയി ഇരുന്നിട്ടാ, നമ്മളൊന്നും വിളിച്ചില്ല. അപ്പം നമ്മൾ കൈയാക്കിയിട്ട് അവർ നീച്ചിട്ടാണ് നമുക്ക് അവിടെ ഇരിക്കാനുള്ള ലെവലിൽ നമ്മൾ നിൽക്കണം കേട്ടോ. അവർ എണ്ണീക്കാൻ വേണ്ടി കാത്തിരിക്കണം. അതേ ടേബിളിൽ തന്നെ ഞങ്ങൾ ഇരുന്നിട്ടാണ്, നീറിൽ തന്നെ ഇരുന്ന്. അങ്ങനെ നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറിയായിരുന്നു. അടിപൊളിയായിട്ട് തട്ടിമുട്ടി. അങ്ങനെ നിങ്ങൾ തട്ടിൽ തുടങ്ങിയപ്പോൾ തന്നെ താടി വന്നു. ഞങ്ങൾ ഈ താടി വിളിക്കണം നമ്മൾ മുറിച്ചാക്കാനായിട്ടോ. കാരണം നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ താടിനെ നോക്കിയിരുന്നു. പിന്നെ അർജുനൊക്കെയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ രേഷ്മ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അവൾ പുറത്താണ്. അപ്പോൾ ഓൾ അവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്യുന്നു. അവൾ ബെസ്റ്റ് ഫ്രണ്ടല്ലേ, അപ്പോൾ വിളിക്കണ്ടേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേമാതിരി പാട്ടൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ ഒന്ന് ചില്ല് ചെയ്ത് അപ്പോൾ ഓളൊക്കെ ഒന്ന് വൈബാക്കി പോയി, ഒക്കെ സെറ്റ് ചെയ്ത്. അപ്പോൾ നാളെ കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.